പരിണയം. മാർക്കോയുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും ആ മുഖം തെളിഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. നിധി. ഇല്ല നിധി, നീ എന്നോട് ചെയ്ത ചതി ഈ ജന്മം മാർക്കോ ക്ഷമിക്കില്ല. അതിനുള്ള പ്രതിഫലം നീ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ? അവൻ്റെ മുഖത്ത് ക്രൂരമായ ഒരു ചിരി വിടർന്നു. 8 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകം മുഴുവൻ തന്നെ കുറ്റപ്പെടുത്തിയ ആ സംഭവത്തിലേക്ക് അവൻ്റെ മനസ്സ് ഒന്നുകൂടെ മുങ്ങിത്താണു. തൻ്റെ അപ്പനുമായി തുടങ്ങിയ പ്രശ്നമായിരുന്നു 2 കുടുംബക്കാരും തമ്മിലുള്ള ശത്രുത. അത് പിന്നീട് പുതുതലമുറയിലേക്കും വ്യാപിച്ചു. എന്നാൽ അതിനെല്ലാം ഇടയിൽ രക്തം കുടിക്കുന്ന ഒരു കുറുക്കനുള്ള കാര്യം 2 കുടുംബക്കാരും അറിഞ്ഞതുമില്ല. 2 കുടുംബത്തിൻ്റെയും പ്രിയപ്പെട്ടവനായിരുന്നു അവൻ, അപ്പു. എന്നാൽ അവൻ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കരുതിയ ആൾ തന്നെ തൻ്റെ ജീവിതം. അതെല്ലാം ഓർത്തപ്പോൾ തന്നെ മാർക്കോയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു. നിധി രാമകൃഷ്ണൻ. തപസ് എന്ന കൊച്ചു വീട്ടിലെ അച്ഛൻ്റെയും അമ്മയുടെയും ഒരേ ഒരു മകൾ. പഠിത്തത്തിലും നൃത്തത്തിലുമെല്ലാം ഒരേപോലെ കഴിവുള്ളവൾ. 10ാം ക്ലാസ് മുതൽ അവൾ തൻ്റെ ട്യൂഷൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. താൻ പഠിപ്പിച്ചിട്ടുള്ളതിൽ ഏറ്റവും മിടുക്കിയായ പെൺകുട്ടി. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിക്ഷ. അവൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത കാലം യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് നമ്മുടെ കോളേജിനെ പ്രതിനിധീകരിച്ച് നിധിയായിരുന്നു. മോഹിനിയാട്ടത്തിനും കുച്ചിപ്പിടിക്കുമെല്ലാം അവൾ അവാർഡ് വാങ്ങിയിരുന്നു. ഒരു ദിവസം അവളുടെ ഡാൻസ് പ്രോഗ്രാമിന് കൊണ്ടുപോകാൻ അച്ഛനും അമ്മയ്ക്കും പറ്റാത്ത സാഹചര്യം വന്നപ്പോഴാണ് തൻ്റെ കൂടെ അവളെ വിട്ടത്. അതും അങ്ങ് എറണാകുളത്തേക്ക്. തിരിച്ചു വരാൻ പറ്റാത്ത സാഹചര്യം, പെട്ടെന്നുണ്ടായ ഒരു ബന്ധം. അതിൻ്റെ കൂട്ടത്തിൽ ആളുകളുടെ പ്രക്ഷോഭവും ആക്രമണവും. തിരിച്ചു പോരാൻ ഒരു വഴിയുമില്ലാത്തപ്പോഴാണ് അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ റൂമെടുത്തത്. തന്നോടുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് അവൾ കൂടെ വന്നത്. അവൾ കട്ടിലിലും താൻ സോഫയിലുമായിട്ടാണ് കിടന്നതുമെല്ലാം. എന്നാൽ ആരോ പറഞ്ഞുറപ്പിച്ചതുപോലെ പെട്ടെന്നുണ്ടായ പോലീസ് റെയ്ഡും മാധ്യമങ്ങളുടെ ഫോട്ടോയും എല്ലാം കൂടെ നഷ്ടമായത് അന്ന് തൻ്റെ ജീവിതമാണ്. എന്നിട്ടും താൻ അതൊന്നും കാര്യമാക്കാതെ ആ കൊച്ചു പെണ്ണിനെ രക്ഷിക്കാനാണ് ശ്രമിച്ചത്. അവളുടെ ജീവിതം ഒരു ചോദ്യചിഹ്നമാകാതിരിക്കാൻ അച്ഛൻ്റെയോ അമ്മയുടെയോ എന്തിന് കൂടപ്പിറപ്പുകളുടെ പോലും സമ്മതമോ അനുവാദമോ ഒന്നും നോക്കാതെ അവളെ താൻ കല്യാണം കഴിച്ചു. പിന്നീട് അവൾ എന്താ തനിക്ക് തിരിച്ചു തന്നത്? അത്രയും ആലോചിച്ചപ്പോൾ തന്നെ അവനിൽ വീണ്ടും ദേഷ്യവും സങ്കടവും ഒരുപോലെ നിറഞ്ഞു. അവൻ കസേരയിൽ നിന്നും എഴുന്നേറ്റ് അലമാരയിൽ വെച്ചിരുന്ന ആ വിദേശ മദ്യക്കുപ്പി ഒന്ന് കയ്യിലേക്കെടുത്തു. മദ്യം വായിലേക്ക് വെച്ചുകൊണ്ട് അവൻ ബാൽക്കണിയുടെ ഡോറും തുറന്ന് വെളിയിലേക്കിറങ്ങി. അവിടെയുള്ള ആ കസേരയിലേക്ക് മലർന്നിരിക്കുമ്പോൾ വീണ്ടും ഭൂതകാലത്തിൻ്റെ ഓർമ്മകൾ നുരഞ്ഞു പൊന്തി തുടങ്ങി. കല്യാണം കഴിഞ്ഞ് അവളെ അഡ്ജസ്റ്റ് ചെയ്യാൻ ആദ്യം കുറച്ച് സമയം വേണ്ടി വന്നു. പക്ഷേ അവളോട് പെട്ടെന്നൊരു സ്നേഹവും തനിക്ക് തോന്നി. അവളുടെ കുറുമ്പും കുസൃതിയും തന്നെയായിരിക്കും അതിന് പ്രധാന കാരണം. അവളുമായിട്ടുള്ള ഒരു ജീവിതം തുടങ്ങാൻ തനിക്ക് 4 മാസങ്ങൾ വേണ്ടി വന്നു. അങ്ങനെ ഒന്നിച്ച് ജീവിച്ചു തുടങ്ങി. ആദ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു. എല്ലാവർക്കും ഒപ്പം സന്തോഷകരമായൊരു ജീവിതം. താനും ആ ജീവിതവുമായി ഒന്ന് പൊരുത്തപ്പെട്ടു തുടങ്ങി എല്ലാ രീതിയിലും. തന്നിലും ഒത്തിരി പ്രായക്കുറവായതുകൊണ്ട് തന്നെ അവൾ തനിക്ക് ഭാര്യ മാത്രമായിരുന്നില്ല, ഒരു മകൾ കൂടിയായിരുന്നു. അങ്ങനെ അപ്പൻ പറഞ്ഞിട്ടാണ് ആ ഒരു സമയത്ത് ഒരു ബിസിനസ്സിൻ്റെ ആവശ്യത്തിനു വേണ്ടി തനിക്ക് ബാംഗ്ലൂർക്ക് പോകേണ്ടി വന്നത്. 4 ദിവസം വേണ്ടി വന്നു അവിടുന്ന് തിരിച്ചു വരാൻ. അന്നാണ് നിധിയുടെ ബർത്ത്ഡേ, കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ. അതുകൊണ്ട് തന്നെ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ ആരോടും പറയാതെ അന്ന് രാത്രി താൻ വീട്ടിലേക്ക് വന്നത്. ഇത്രയും ആലോചിച്ചപ്പോൾ തന്നെ ദേഷ്യം അതിൻ്റെ മൂർധന്യ അവസ്ഥയിൽ എത്തിയിരുന്നു. അവൻ തൻ്റെ കയ്യിലിരുന്ന ആ കുപ്പി നിലത്തേക്ക് എറിഞ്ഞൊടിച്ചു. നിധി, വിടില്ല നിന്നെ ഞാൻ, ഒരിക്കലും വിടില്ലടി നിന്നെ ഞാൻ. നീ എന്നോട് ചെയ്ത ചതി, അതിനുള്ളത് മുഴുവൻ നീ തന്നെ പറഞ്ഞു തീർക്കാതെ വിടില്ല ഈ മാർക്കോ നിന്നെ. എൻ്റെ മഹാദേവ, ആ ഒരുമ്പെട്ടവൾ ചതിച്ചിട്ട് പോയിട്ട് ഇപ്പോൾ വർഷങ്ങളായി. എന്നിട്ടും എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണീര് മാറുന്നില്ലല്ലോ എൻ്റെ മഹാദേവ. നീ ഇങ്ങനെ വിഷമിക്കാതെ പെണ്ണെ. ഇന്നത്തെ അവൻ്റെ ഈ മാറ്റം അതെന്തുകൊണ്ടും നല്ലതാ. കർത്താവ് തമ്പുരാൻ നമ്മളെ അങ്ങ് കൈവിടുമോടി. എനിക്കറിയത്തില്ല അമ്മച്ചി, ഇവൻ്റെ ഈ അവസ്ഥ മാറാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ പോലും ഈ നാട്ടിൽ നിന്ന് രായ്ക്ക് രാമാനം പോയത്. എന്നിട്ടും എൻ്റെ കുഞ്ഞിന്. നീ ഒന്ന് സമാധാനപ്പെട് എൻ്റെ പെണ്ണെ. എല്ലാത്തിനും ഒരു പരിഹാരം ആ മുകളിലുള്ളവൻ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ സമയത്ത് നാട്ടിലേക്ക് വരാനും ആ ടീച്ചർ കൊച്ചിനെ കാണാനും ഒക്കെ ഇടവരുമോ?
അതേത് വീട്ടിലെ പെങ്കൊച്ചാണെങ്കിലും അതിൻ്റെ കുടുംബക്കാരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഞാൻ എൻ്റെ മോനെ അവളെ നേടിക്കൊടുക്കും. ഇനിയും എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം തകർന്നത് കാണാൻ എനിക്ക് വയ്യ എൻ്റെ മഹാദേവ. എല്ലാം നടക്കും എൻ്റെ വസന്തേ. ഗീവർഗീസ് പുണ്യാളനെ ഞാൻ 100 മെഴുകുതിരിയാണ് നേർന്നിരിക്കുന്നത്. അതുമാത്രം ഈ വർഷം നടക്കുന്ന സമൂഹ വിവാഹത്തിൽ നമ്മുടെ കുഞ്ഞിൻ്റെ കല്യാണം നടക്കുകയാണെങ്കിൽ അവിടെ വരുന്ന എല്ലാ ദമ്പതികൾക്കും 10,000 രൂപ വെച്ച് കൊടുക്കാനും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ആലോചിച്ചു, എൻ്റെ ഏട്ടൻ്റെ മോളില്ലേ, ആ പെൺകുട്ടിയുണ്ടല്ലോ, അവളെയെങ്കിലും എനിക്ക് മരുമകളായി കിട്ടിയിരുന്നുവെങ്കിലെന്ന്. സ്വന്തം രക്തം എൻ്റെ മോനെ തള്ളിക്കളയില്ല എന്നൊരു വിശ്വാസം. അവൻ്റെ അവസ്ഥ മനസ്സിലാക്കി അവൻ്റെ കൂടെ നിൽക്കുന്ന ഒരു താങ്ങല്ലേ അമ്മച്ചി നമുക്ക് ആവശ്യം. എൻ്റെ പെണ്ണെ, എൻ്റെ മനസ്സ് പറയുന്നു. വസുന്ധരേ, ഇന്ന് നമ്മുടെ മോൻ കണ്ട പെൺകുട്ടി എല്ലാ അർത്ഥത്തിലും അവന് ചേർന്നവൾ തന്നെയായിരിക്കും. അവൻ്റെ മനസ്സിലെ മുറിവുകൾക്കുള്ള മരുന്ന്. അവൻ്റെ ഇനിയുള്ള ജീവിതം എല്ലാം അവളിൽ സുരക്ഷിതമായിരിക്കുമെന്ന്. രണ്ടുപേരുടെയും ചിന്തകൾ അങ്ങനെ കാട് കയറിക്കൊണ്ടേയിരുന്നു. പതിവ് പോലെ 5 മണിയുടെ അലാറം കേട്ടാണ് ശ്രീ എണീറ്റത്. കട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ കൈ എത്തിച്ച് ഫോൺ എടുത്തു. അലാറം ഓഫ് ചെയ്തു. പിന്നെ കുറച്ചു നേരം കൂടി അങ്ങനെ കിടന്നു. ഒരു ക്ഷീണമൊക്കെ തോന്നുന്നുണ്ട്, മരുന്നിൻ്റെ ആകും. പക്ഷേ ഇങ്ങനെ കിടന്നാൽ അമ്മ മാത്രം ഒറ്റയ്ക്ക് അടുക്കളയിൽ പണി ചെയ്ത് കഷ്ടപ്പെടും. കട്ടിലിൽ നിന്നും പതുക്കെ എഴുന്നേറ്റ് ഫോൺ ചാർജറിലിട്ടു. പിന്നെ ഫ്രഷ് ആവാൻ ബാത്റൂമിലേക്ക് ഒരു പോക്കായിരുന്നു. ഷവറിൽ നിന്നും നല്ല തണുത്ത വെള്ളം തലയിലേക്ക് വീഴുമ്പോൾ ഒരു വല്ലാത്ത സുഖമുണ്ടായിരുന്നു. കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു. ഇനിയും നിന്നാൽ ശരിയാവില്ല എന്ന ബോധമുള്ളത് കൊണ്ട് കുളിയൊക്കെ അവസാനിപ്പിച്ച് വേഗം ഡ്രസ്സും മാറി മുറിയിൽ നിന്നും ഇറങ്ങി. പൂജാമുറിയിൽ കയറി മഹാദേവനെ ഒന്ന് കണ്ടിട്ട് വേണം അടുക്കളയിലേക്ക് പോവാൻ. അതും ചിന്തിച്ചുകൊണ്ട് സ്റ്റെപ്പിലേക്ക് നടക്കുമ്പോഴാണ് ജോഗിങ്ങിന് പോവാൻ വേണ്ടി റിച്ചു അവിടേക്ക് വരുന്നത് കണ്ടത്. രാവിലെ തന്നെ വെറുതെ എന്തിനാ അവൻ്റെ മുൻപിൽ നിന്ന് അടുത്ത ഭൂകമ്പത്തിന് കാരണമാകുന്നത്? അതോർത്തുകൊണ്ട് തന്നെ അവൾ കുറച്ചങ്ങോട്ട് മാറി നിന്നു. അവനെ നോക്കാതെ നിലത്ത് നോക്കിയായിരുന്നു നിൽപ്പ്. ഇവളെന്താ മഹാദേവ എന്നെ ഒന്ന് നോക്കാത്തത്? നോക്കിയിട്ട് വേണം എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ. അതുകൊണ്ടാണ് കൃത്യസമയം നോക്കി തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ. റിച്ചു മനസ്സിൽ പല പ്രാവശ്യം ഇതുതന്നെ പറഞ്ഞു. ഇനിയും ഇങ്ങനെ നിന്നാൽ സമയം പോകും എന്നതുകൊണ്ട് അവൻ തന്നെ സംസാരിച്ചു തുടങ്ങി. താൻ ഓക്കെ അല്ലേ? ശബ്ദം വന്ന ഭാഗത്തേക്ക് ഒരു ഞെട്ടലോടെ അവൾ കണ്ണുകൾ ഉയർത്തി നോക്കി. തന്നോട് തന്നെയാണോ അതോ കൂടെ മറ്റാരെങ്കിലും ഉണ്ടോ എന്നായിരുന്നു അവളുടെ നോട്ടം. മുഖത്തപ്പോൾ തന്നെ നല്ല ക്ഷീണമുണ്ട്. തൻ്റെ കാര്യത്തിലുള്ള അവൻ്റെ ശ്രദ്ധ കണ്ടപ്പോൾ അവൾക്ക് ആകെ കിളിപോയ അവസ്ഥയായിരുന്നു. ഇനിയും മിണ്ടാതെ നിന്നാൽ ഞാൻ ഓക്കെയാണ്. അവളുടെ പതിഞ്ഞ ശബ്ദത്തിലുള്ള ഉത്തരം വന്നു. പിന്നെ ഒന്നും പറയാനും ചോദിക്കാനും നിൽക്കാതെ അവൾ വേഗം താഴേക്ക് പോയി. അവൻ താഴേക്ക് ഇറങ്ങിപ്പോയിട്ടും കുറച്ചു നേരം അവൾ അങ്ങനെ ഒന്ന് സ്റ്റക്കായി നിൽപ്പുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് സന്തോഷമായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല റിച്ചുവിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു കുശലാന്വേഷണം. ഇന്നലെ ഈ വീട്ടിലുള്ള ഉണ്ണിയേട്ടൻ ഒഴിച്ച് ബാക്കി എല്ലാവരും തൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിച്ചു. അപ്പോഴും റിച്ചു മാത്രം വന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ എൻ്റെ കൃഷ്ണ, ഞാനിത് സ്വപ്നം കണ്ടതൊന്നുമല്ലല്ലോ അല്ലേ? അത് പറയുന്നതിനൊപ്പം തന്നെ അവൾ കൈത്തണ്ടയിൽ ഒന്ന് നുള്ളി നിൽക്കും. ഔച്ച്! അപ്പോൾ സ്വപ്നമൊന്നുമല്ല. അതും പറഞ്ഞ് സ്വയം തലയ്ക്കെന്ന് കൊട്ടി അവൾ പൂജാമുറിയിലേക്ക് നടന്നു. അവളുടെ മുൻപിൽ നാണം കെട്ടോ സംസാരമൊന്നും ശരിയായില്ലല്ലോ അല്ലേ? പതറിപ്പോയി എന്നവൾക്ക് തോന്നുന്നു. ജോഗിങ് ഗ്രൗണ്ടിൽ എത്തിയപ്പോഴും സമയം ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്. സൂര്യ ഇങ്ങോട്ടേക്ക് നടങ്ങുന്നു തുടങ്ങിയിട്ടുണ്ട്. എടാ റിച്ചു, നീ നടു റോട്ടിൽ നിന്ന് എന്നാ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുക? പൊന്നുമോൻ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ വല്ല പാണ്ടിലോറിയും വന്ന് അടക്കി വെക്കുന്നിന്നെ. ഒന്ന് പോയടാ, രാവിലെ കോമഡി അടിക്കാൻ. അതും പറഞ്ഞ് സൂര്യയെ മൈൻഡ് ചെയ്യാതെ അവൻ മുമ്പിലേക്ക് തന്നെ നടന്നു. എന്താ മോനെ റിച്ചു, ആകെ ഒരു കള്ളത്തരം ഉണ്ടല്ലോ. രാവിലെ ആകെ ഒരു വശപ്പിശക്. അങ്ങനൊന്നുമില്ല, നീ വെറുതെ ഓരോന്നുണ്ടാക്കാൻ നിൽക്കാതെ. അതും പറഞ്ഞ് അവനെ ഒന്ന് നോക്കി വയർ നോക്കിയിട്ട് കുത്തും കൊടുത്തിട്ട് റിച്ചു തിരിച്ച് ആ പഴയ ഫോമിലേക്ക് എത്തിയിരുന്നു. നടക്കട്ടെ നടക്കട്ടെ മോൻ്റെ ഈ ഒറ്റയാൻ കളി എവിടം വരെ പോകുമെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. അതും പറഞ്ഞ് സൂര്യയും അവന് പുറകെ തന്നെ വെച്ചു പിടിച്ചു. സ്ത്രീ ചെല്ലുമ്പോൾ അടുക്കളയിൽ നിമ്മിയമ്മ തിരക്കിട്ട ജോലിയിലാണ്. രാവിലത്തേക്ക് പാലപ്പവും മുട്ടക്കറിയും പിന്നെ ഉച്ചക്കത്തേന് പൊതിച്ചോറ്, ക്യാരറ്റ് തോരൻ, തേങ്ങാ ചമ്മന്തി, അങ്ങനെ ഇന്നത്തെ ലിസ്റ്റ് അങ്ങ് നീളും.
ഞാനിവിടെ വന്നിട്ട് ചെയ്താൽ മതിയെന്ന് എത്ര പറഞ്ഞാലും അമ്മ കേൾക്കില്ലല്ലേ? ശ്രീയുടെ ചോദ്യം വന്നപ്പോൾ തന്നെ അവൾക്കുള്ള ഒരു ഗ്ലാസ് ചായ പകർത്തിക്കൊണ്ട് അമ്മ അവളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. അല്ല, എന്താണ് മുഖത്തൊരു പൂനിലാവൊക്കെ ഉദിച്ചു നിൽക്കുന്നത്? എന്താ കാര്യം? ഒന്ന് പോ അമ്മ, എന്നെ കളിയാക്കാനായിട്ട് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു പുതിയ വിശേഷം പറയാൻ വേണ്ടിയിട്ടാണ് കൂടിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് 1000 ഫോളോവേഴ്സ് കംപ്ലീറ്റ് ആയി. അതെല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹം കൊണ്ടും മാത്രമാണ്. പിന്നെ വേറൊരു കാര്യം ഇവിടെ പറയേണ്ടിണ്ടായിരുന്നു. എന്താണെന്നല്ലേ എല്ലാവരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്താ പറയുക, പറയാൻ വന്നില്ല. നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ച അത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, 1200 ഫോളോവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പം നമ്മൾ പുതിയൊരു കഥ തുടങ്ങുന്നതിനൊക്കെ പറ്റിയിട്ട്. അത് ഏകദേശമൊക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. 1200 ആകുന്ന ദിവസം ഞാൻ ആ കഥയും കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇവിടെ തുടങ്ങുന്നതായിരിക്കും. പിന്നെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹമൊക്കെ എനിക്ക് കമൻറ്റിലൂടെ തരണം കേട്ടോ. ബൈ ബൈ.